അജിത് മുന്നോട്ട് വന്ന് ആ മോതിരം കയ്യിലെടുത്തു. അവൻ ശാന്തനായി പറഞ്ഞു, അമ്മേ, ഈ മോതിരം മായയുടെ പെട്ടിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ മായ ഇത് മോഷ്ടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അജിത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അംബിക അലറി, നീ എന്താണ് ഈ പറയുന്നത്? അവളുടെ പെട്ടിയിൽ നിന്നല്ലേ ഇത് കിട്ടിയത്? ഇതിലും വലിയ തെളിവ് വേറെ വേണോ? അജിത് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. അമ്മേ, മോഷ്ടിക്കാൻ വരുന്ന ഒരാൾ ഇത്രയും വില കൂടിയ വസ്തു സ്വന്തം മുറിയിൽ, അതും വസ്ത്രങ്ങൾക്കിടയിൽ അശ്രദ്ധമായി വെക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? അവൾക്ക് വേണമെങ്കിൽ അത് പുറത്തെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാമായിരുന്നു. മായയുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് ഭയമല്ല, അപമാനിക്കപ്പെട്ട ഒരാളുടെ സങ്കടമാണ്. എനിക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയും. ആരോ അവളെ കുടുക്കാൻ ശ്രമിച്ചതാണ്. ആര്? മറ്റു ജോലിക്കാരെ നോക്കി എല്ലാവരും തല താഴ്ത്തി നിന്നു. ആരാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് ഉടനെ അറിയണം. സത്യം പറഞ്ഞാൽ ഞാൻ മാപ്പ് നൽകും. ഇല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ ഞാൻ പരിശോധിക്കും. അജിത്തിന്റെ ശബ്ദത്തിൽ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വീട്ടിലെ മറ്റൊരു പുതിയ വേലക്കാരി വിറച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അവൾ അജിത്തിന്റെ കാലിൽ വീണു. സാർ, എന്നോട് ക്ഷമിക്കണം. മായ വന്ന ശേഷം അമ്മ എപ്പോഴും അവളെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമായില്ല. അവൾക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് ഞാൻ ആരും കാണാതെ മോതിരമെടുത്ത് അവളുടെ പെട്ടിയിലിട്ടതാണ്. എന്നോട് ക്ഷമിക്കണം. ഹാളിൽ നിശബ്ദത പടർന്നു. അംബികയുടെ മുഖം വിളറി. താൻ ഒരു നിരപരാധിയെയാണ് ഇത്രയും ക്രൂരമായി ചീത്ത വിളിച്ചതെന്ന് അവൾക്ക് ബോധ്യമായി. വിദ്യ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. അവൾക്ക് തോന്നി പണത്തേക്കാൾ വലിയൊരു സത്യം അജിത്തിന്റെ വിശ്വാസമാണെന്ന്. എല്ലാവരും തെളിവുകളെ വിശ്വസിച്ചപ്പോൾ അജിത് അവളുടെ മനസ്സിനെയാണ് വിശ്വസിച്ചത്. അജിത് മായയുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ തലയിൽ പതുക്കെ തലോടി. കരയേണ്ട മായ, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. എല്ലാവർക്കും തെറ്റുപറ്റാം. അമ്മയോട് ദേഷ്യം തോന്നരുത്. സാഹചര്യം അങ്ങനെയായിരുന്നു. അംബിക പതിയെ മായയുടെ അടുത്തേക്ക് വന്നു. അവരുടെ കണ്ണുകളിലും പശ്ചാത്താപമുണ്ടായിരുന്നു. മോളെ മായ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ദേഷ്യം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയതാണ്. നീ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. നമുക്ക് ഈ അധ്യായം ഇവിടെ മറക്കാം. അന്ന് രാത്രി വിദ്യ തൻ്റെ മുറിയിലിരുന്ന് ഒരുപാട് ആലോചിച്ചു. തൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. അജിത് ഒരു ഉത്തമനായ മനുഷ്യനാണ്. പക്ഷേ അവൾക്കൊരു കാര്യം കൂടി മനസ്സിലായി. പാവപ്പെട്ടവനായി ജീവിക്കുമ്പോൾ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ഒരു ചെറിയ സംശയം മതി ഒരാളുടെ ജീവിതം തകർക്കാൻ. എന്നാൽ അജിത്തിനെ പോലെ ഒരാൾ കൂടെയുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെയും അതിജീവിക്കുക. അന്നേരം അവളുടെ ഫോണിലേക്ക് അച്ഛൻ്റെ കോൾ വന്നു. മോളെ വിദ്യ, പരീക്ഷണം എവിടം വരെയായി? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചു പോന്നോളൂ. എനിക്ക് നിന്നെ ഓർത്ത് വിഷമമുണ്ട്. വിദ്യ മറുപടി നൽകി. ഇല്ല അച്ഛാ, പരീക്ഷണം ഏകദേശം പൂർത്തിയായി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു മനുഷ്യനാണ് അജിത്. പക്ഷേ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. എൻ്റെ കള്ളം അവൻ എങ്ങനെ സ്വീകരിക്കും? അവൻ്റെ ഈ വിശ്വസ്തയാണല്ലോ ഞാൻ ഇത്രയും കാലം പറ്റിച്ചത്. സത്യം എപ്പോഴും ജയിക്കും മോളെ. നീ നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത്. അതവന് മനസ്സിലാകും. കാർത്തികേയൻ അവളെ ആശ്വസിപ്പിച്ചു. ഫോൺ വെച്ച ശേഷം വിദ്യ ജനലിലൂടെ പുറത്തേക്ക് ആകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ പ്രണയത്തേക്കാൾ വലിയൊരു ബഹുമാനം അജിത്തിനോട് തോന്നിത്തുടങ്ങി. താൻ കണ്ട സ്വപ്നങ്ങളിലെ രാജകുമാരൻ ഇതാ തൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഈ നാടകം അവസാനിപ്പിക്കാൻ സമയമായി എന്നവൾക്ക് തോന്നി. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സത്യം വെളിപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. എന്നാൽ അതിനിടയിൽ അജിത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു വലിയ ആപത്ത് അവൾ അറിഞ്ഞിരുന്നില്ല. സ്നേഹത്തിനു വേണ്ടി നടത്തിയ ഈ പരീക്ഷണം വലിയ ത്യാഗത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അജിത്തിന്റെ വീട്ടിലെ വിദ്യയുടെ ജീവിതം ഇപ്പോൾ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. വജ്രമോദ്യത്തിന്റെ സംഭവത്തിന് ശേഷം അംബികയ്ക്കും അജിത്തിനും അവളോടുള്ള ബഹുമാനം വളരെയധികം വർദ്ധിച്ചു. വിദ്യ ഇപ്പോൾ വെറും ഒരു ജോലിക്കാരിയല്ല. ആ വീടിന്റെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം ചോദിക്കാവുന്ന, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി മാറി. എങ്കിലും വിദ്യയുടെ മനസ്സ് അശാന്തമായിരുന്നു. അജിത്തിന്റെ ഓരോ നോട്ടവും അവളിൽ കുറ്റബോധം നിറച്ചു. ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ ഞാൻ സത്യങ്ങൾ മറച്ചുവെച്ച് പറ്റിക്കുന്നത് എന്ന ചോദ്യം അവളെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൾ പലപ്പോഴും സത്യം തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കുകൾ അവളുടെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. തൻ്റെ വേഷങ്ങെട്ടൽ എപ്പോഴാണ് അവസാനിക്കുക എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഒരു ദിവസം രാത്രി നഗരം കനത്ത മഴയിൽ കുതിർന്നു. വീട്ടിൽ എല്ലാവരും അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആ ഭയാനകമായ സംഭവം നടന്നത്. അംബികയ്ക്ക് പെട്ടെന്ന് ശ്വാസതടസ്സവും കഠിനമായ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. അവർ കസറയിൽ നിന്നും തറയിലേക്ക് കുഴഞ്ഞു വീണു. എല്ലാവരും പരിഭ്രമിച്ചു. ശബ്ദം കേട്ട് അജിത്ത് ഓടി വന്നു. അമ്മയുടെ അവസ്ഥ കണ്ട് അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ആരെങ്കിലും കുറച്ച് വെള്ളമെടുക്കൂ, ഞാൻ ഡ്രൈവറെ വിളിക്കാം.
അജിത് വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു. നിർഭാഗ്യവശാൽ ഡ്രൈവർ അവധിയിലായിരുന്നു. പുറത്തു മഴ ശക്തിപ്പെടുകയായിരുന്നു. ടാക്സി വിളിക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും അർദ്ധരാത്രി ആയതിനാലും മഴ കാരണവും ആരും ഫോൺ എടുത്തില്ല. ആംബുലൻസിനെ വിളിച്ചപ്പോൾ അവർ എത്താൻ ചുരുങ്ങിയത് അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അമ്മയുടെ ജീവൻ ഓരോ നിമിഷവും അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു. അജിത് ആകെ നിസ്സഹായനായി തലയിൽ കൈവച്ചു നിന്നു. അപ്പോഴാണ് വിദ്യ അവിടേക്ക് ഒരു മാലാഖയെ പോലെ കടന്നു വന്നത്. അവൾ തൻ്റെ പരിഭ്രമം മറച്ചുവെച്ച് അങ്ങേയറ്റം ശാന്തതയോടെ പറഞ്ഞു, അജിത് സാർ, സമയം ഒട്ടും കളയരുത്. ആൻറ്റിക്ക് ഹൃദയാഘാതമാണെന്ന് തോന്നുന്നു. ഞാൻ ഉടനെ CPR നൽകാം. സാർ ആംബുലൻസ് വരുന്നതുവരെ കാത്തിരിക്കരുത്. നമ്മുടെ കാർ തന്നെ ഞാൻ എടുക്കാം. ഞാൻ വണ്ടി ഓടിക്കാം. അജിത് അത്ഭുതത്തോടെ അവളെ നോക്കി. ഒരു സാധാരണ ജോലിക്കാരിക്ക് ഇത്രയും ആത്മവിശ്വാസത്തോടെ പ്രഥമ ശുശ്രൂഷ നൽകാനും വലിയൊരു ആഡംബരക്കാർ ഓടിക്കാനുമുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്നവൻ ആ നിമിഷം ചിന്തിച്ചു. പക്ഷേ അവനത് കാര്യമാക്കിയില്ല. കാരണം അവൻ്റെ ഏക ലക്ഷ്യം അമ്മയുടെ ജീവൻ മാത്രമായിരുന്നു. വിദ്യ വളരെ പ്രൊഫഷണലായി അംബികയ്ക്ക് CPR നൽകി. അംബികയുടെ ശ്വാസം തിരിച്ചു വരാൻ അത് സഹായിച്ചു. തുടർന്ന് മഴയെയും ഇരുട്ടിനെയും വകവയ്ക്കാതെ വിദ്യ വലിയ കാറിൻ്റെ സ്റ്റിയറിംഗ് കയ്യിലെടുത്ത് മിന്നൽ വേഗത്തിൽ അവൾ കൊച്ചിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഓടിച്ചു. അജിത് അമ്മയെ പിടിച്ച് പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്നു. വിദ്യയുടെ ഡ്രൈവിംഗ് കണ്ടപ്പോൾ അവന് വീണ്ടും ചില സംശയങ്ങൾ തോന്നി. ട്രാഫിക് സിഗ്നലുകളും വളവുകളും അത്രമേൽ കൃത്യതയോടെ അവൾ മറികടന്നു. ഒരു ബിസിനസ്സുകാരൻ്റെ മകളായി വളർന്നപ്പോൾ അവൾ പഠിച്ച ഡ്രൈവിംഗ് പാഠങ്ങൾ ഇന്ന് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അമ്മയെ തന്നെ ICUയിലേക്ക് മാറ്റി. ഡോക്ടർമാർ കുറച്ച് സമയത്തിന് ശേഷം പുറത്തു വന്നു പറഞ്ഞു, നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് മാത്രമാണ് അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ആ പ്രഥമ ശുശ്രൂഷ ജീവൻ നിലനിർത്താൻ വലിയ പങ്കുവഹിച്ചു. 10 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ അമ്മ അപകടനില തരണം ചെയ്തു. അജിത് ഒരു വലിയ ശ്വാസമിട്ടു. അവൻ വിദ്യയിൽ ചാരി നിന്ന് കണ്ണുകൾ തുടച്ചു. എന്നിട്ട് വിദ്യയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മായ, നീ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേനെ. നീ വെറും ഒരു ജോലിക്കാരിയല്ല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവനാണ്. വിദ്യയുടെ കണ്ണുകളും നിറഞ്ഞു. സാർ, ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത്. ഒന്നും വിഷമിക്കേണ്ട, ദൈവം സഹായിച്ചു, അവൾ മൃദുവായി പറഞ്ഞു. നേരം വെളുത്തു തുടങ്ങിയിരുന്നു. മഴ മാറി, ആകാശം തെളിഞ്ഞു. ഹോസ്പിറ്റൽ വരാന്തയിൽ തളർന്നിരിക്കുന്ന അജിത്തിൻ്റെ അടുത്തേക്ക് മായ ഒരു ഗ്ലാസ് വെള്ളവുമായി ചെന്നു. അവൾക്കിപ്പോൾ എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ലഭിച്ചു. സത്യം ഇനിയും ഒളിപ്പിച്ചു വെക്കുന്നത് അജിത്തിനോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് അവൾക്ക് തോന്നി. സാർ, ഈ വെള്ളം കുടിക്കൂ. ആൻറ്റി ഇപ്പോൾ സുഖമായിരിക്കുന്നു. അജിത് വെള്ളം വാങ്ങി കുടിച്ചു. അവൻ ദീർഘനേരം വിദ്യയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ആ നോട്ടത്തിൽ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. മായ, നിനക്ക് CPR നൽകാൻ എവിടെ നിന്നാണ് ഇത്രയും അറിവ് കിട്ടിയത്? അത്രയും വലിയ വണ്ടി ഇത്ര വേഗത്തിൽ നീ എങ്ങനെ ഓടിച്ചു? നീ വെറുമൊരു സാധാരണ പെൺകുട്ടിയല്ല എന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് നീ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് സത്യങ്ങൾ അറിയണം. നീ യഥാർത്ഥത്തിൽ ആരാണ്? വിദ്യ പതുക്കെ താഴെയിരുന്നു. അവളുടെ ഉള്ളിലെ മായ എന്ന വേഷം അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു. സാർ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ പേര് മായ എന്നല്ല, വിദ്യ എന്നാണ്. കാർത്തികേയൻ്റെ മകൾ വിദ്യ. അജിത് ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. കാർത്തികേയൻ്റെ മകളോ? നഗരത്തിലെ വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ്റെ മകളോ? നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ ഒരു സാധാരണ വേലക്കാരിയായി വന്നത്? എന്തിനാണ് ഇത്രയും നാളെ എന്നെ പറ്റിച്ചത്? വിദ്യ കരഞ്ഞുകൊണ്ട് സത്യങ്ങൾ ഓരോന്നായി വിവരിച്ചു. അച്ഛൻ സാറിൻ്റെ ആലോചന കൊണ്ടുവന്നപ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു. പണത്തിനു വേണ്ടിയാണോ ആളുകൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് സംശയമായിരുന്നു. സാറിൻ്റെ പദവിയോ സ്വത്തോ നോക്കിയല്ല എനിക്ക് സാറിനെ സ്നേഹിക്കേണ്ടതിരുന്നത്. സാറിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. ഒരു പദവിയുമില്ലാത്ത പാവപ്പെട്ടവളോട് സാർ എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്ക് നേരിട്ട് അറിയണമായിരുന്നു. ഞാൻ സാറിനെ പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടത് ഞാനാണ്. സാറിൻ്റെ നന്മയും ലളിതമായ പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഓരോ നിമിഷവും സത്യം പറയണമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ സാർ എന്നെ വെറുക്കുകയോ എന്ന് ഞാൻ ഭയന്നു. ഹോസ്പിറ്റൽ വരാന്തയിൽ മൗനം പടർന്നു. അജിത് ഒന്നും മിണ്ടിയില്ല. അവൻ വരാന്തയുടെ അറ്റത്തേക്ക് നടന്നു. വിദ്യ വിചാരിച്ചത് അവൻ തന്നെ ഇപ്പോൾ അടിക്കുമെന്നോ അല്ലെങ്കിൽ ഇറക്കി വിടുമെന്നോ ആണ്. തൻ്റെ വിശ്വാസത്തെ തകർത്തതിന് അവൾക്ക് മാപ്പില്ലെന്ന് അവൾ ഉറപ്പിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അജിത് തിരിഞ്ഞു നടന്നു വന്നു. അവൻ്റെ മുഖത്ത് ഒരു മനോഹരമായ ചിരി വിരിഞ്ഞു. വിദ്യ, നിനക്കൊരു കാര്യം അറിയാമോ? നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ഏകദേശം ഒരാഴ്ച മുമ്പേ അറിയാമായിരുന്നു.
ഇത്തവണ ഞെട്ടിയത് വിദ്യയായിരുന്നു. എന്ത്, സാറിന് അറിയാമായിരുന്നോ? അജിത് തുടർന്നു. ആദ്യത്തെ ദിവസം നീ തറ തുടയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു. നിന്റെ രീതികളും ശരീരഭാഷയും ഒന്നും ഒരു ജോലിക്കാരിയുടേത് പോലെ അല്ലായിരുന്നു. ഒരിക്കൽ നീ പുറത്തു നിൽക്കുമ്പോൾ നിന്റെ അച്ഛൻ്റെ ഓഫീസിലെ ലോഗോ ഉള്ള കാർ നിന്നെ ഇവിടെ വിട്ടു പോകുന്നത് ഞാൻ ജനലിലൂടെ കണ്ടു. അന്ന് ഞാൻ എൻ്റെ ഡ്രൈവറെ വിട്ട് നിന്നെക്കുറിച്ച് അന്വേഷിപ്പിച്ചു. നീ കാർത്തികേയൻ്റെ മകൾ വിദ്യയാണെന്ന് എനിക്ക് അന്ന് തന്നെ ഉറപ്പായി. പിന്നെ നിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. വിദ്യ സ്തംഭിച്ചു പോയി. അച്ഛൻ വിളിച്ചോ? എന്നിട്ട് സാർ എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിച്ചില്ല? എന്തിനാണ് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പെരുമാറിയത്? അജിത് അവളുടെ കൈകൾ പതുക്കെ കോർത്തു പിടിച്ചു. കാരണം നീ നിന്റെ മനസ്സുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു ബിസിനസ് പങ്കാളിയായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് നീ എന്നെ പരീക്ഷിക്കാൻ വന്നതാണെങ്കിലും ഈ ദിവസങ്ങളിൽ നീ ഈ വീട്ടിൽ ചെയ്ത ജോലികളും ആ പൂപാത്രം പൊട്ടിയപ്പോൾ നീ കാണിച്ച സങ്കടവും വജ്രമോതിരത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടപ്പോൾ നീ അനുഭവിച്ച വേദനയും അതൊന്നും അഭിനയമായിരുന്നില്ല. ആ വിദ്യയാണ് എനിക്കിഷ്ടപ്പെട്ടത്. നീ പണക്കാരിയാണോ പാവപ്പെട്ടവളാണോ എന്നത് എനിക്കൊരു വിഷയമല്ല. നീ എന്നെ വിശ്വസിച്ച് സത്യം പറഞ്ഞല്ലോ, ആ സത്യസന്ധതയാണ് എനിക്ക് വേണ്ടത്. വിദ്യയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. സാർ, ഞാൻ കരുതിയത് സാർ എന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ്. എനിക്ക് മാപ്പ് തരണം. അജിത് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു. ഇല്ല വിദ്യ, മാപ്പ് പറയേണ്ട ആവശ്യമില്ല. നീ നല്ലൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷേ നിന്റെ ഈ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി മാറി. മനുഷ്യരെ അവരുടെ പദവി നോക്കിയല്ല, അവരുടെ മനസ്സ് നോക്കിയാണ് സ്നേഹിക്കേണ്ടതെന്ന് നീ ഈ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. നിന്നെപ്പോലെ ധീരയായ ഒരു പെൺകുട്ടിയെ പങ്കാളിയായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ആ സമയം ഐസിയുവിലെ ഡോക്ടർ പുറത്തേക്ക് വന്നു. സർ, അമ്മ കണ്ണു തുറന്നു. അമ്മ മായയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അജിത്തും വിദ്യയും കൈ കോർത്ത് പിടിച്ച് അകത്തേക്ക് ചെന്നു. ബെഡിൽ കിടക്കുന്ന അമ്മ വിദ്യയുടെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കി. മോളെ വിദ്യ, നീ മായയല്ല എന്ന് എനിക്കറിയാം. എൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ്. ഇനി ഈ വീടിൻ്റെ വിളക്ക്. നിങ്ങളുടെ വിവാഹം എത്രയും വേഗം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിദ്യയുടെയും അജിത്തിൻ്റെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. അവിടെ പണത്തിൻ്റെ അഹങ്കാരമോ പദവികളുടെ അകലമോ ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായ പ്രണയവും പരസ്പര ബഹുമാനവും മാത്രം. എങ്കിലും അവരുടെ കഥയുടെ മനോഹരമായ ക്ലൈമാക്സ് ഇനിയും ബാക്കിയുണ്ടായിരുന്നു. സത്യങ്ങൾ പരസ്പരം വെളിപ്പെടുത്തിയതോടെ വിദ്യയുടെയും അജിത്തിൻ്റെയും ഉള്ളിലെ ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി. വിദ്യ തൻ്റെ മായ എന്ന വേഷം ഉപേക്ഷിച്ച് സ്വന്തം വ്യക്തിത്വത്തിലേക്ക് മടങ്ങി. അംബിക പൂർണ്ണ ആരോഗ്യവതിയായ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയതോടെ ആ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു. വിദ്യയുടെ അച്ഛൻ കാർത്തികേയൻ അജിത്തിൻ്റെ വീട്ടിലെത്തി ഔദ്യോഗികമായി വിവാഹാലോചന നടത്തി. തൻ്റെ മകളുടെ പരീക്ഷണം വിജയിച്ചതിലും അവൾക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയെ ലഭിച്ചതിലും അദ്ദേഹം അത്യധികം സന്തോഷിച്ചു. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം നടന്നു. കൊച്ചിയിലെ പ്രമുഖരെല്ലാം ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടു. എന്നാൽ വിദ്യ ഒരു നിർബന്ധം വെച്ചു. താൻ അവിടെ ജോലിക്കാരിയായിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന എല്ലാ സഹപ്രവർത്തകരും ആ ചടങ്ങിലെ VIP അതിഥികൾ ആയിരിക്കണം. വിവാഹ നിശ്ചയം ദിവസം വിദ്യ മനോഹരമായ സാരിയിൽ തിളങ്ങി. സദസ്സിലിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് കാർത്തികേയന്റെ മകളാണോ എന്ന ചോദ്യങ്ങൾ അവിടെ ഉയർന്നു. ചടങ്ങുകൾക്കിടയിൽ അജിത് മൈക്ക് കയ്യിലെടുത്തു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കാണുന്ന ഈ വിദ്യ വെറും ഒരു പണക്കാരൻ്റെ മകൾ മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ വീട്ടിൽ സാധാരണ ജോലിക്കാരിയായി പണിയെടുത്ത മായ കൂടിയാണ്. ഇവൾ എന്നെയും എൻ്റെ കുടുംബത്തെയും പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ അവിടെ വന്നത്. പദവികൾ ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്ന് അവൾ നേരിട്ട് കണ്ടു. പണത്തേക്കാൾ വലിയ സമ്പാദ്യം നല്ലൊരു മനസ്സാണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. അജിത്തിൻ്റെ വാക്കുകൾ കേട്ട് സദസ്സിൽ വലിയ കയ്യടി ഉയർന്നു. വിദ്യ മൈക്കു വാങ്ങി സംസാരിച്ചു. ഞാൻ ഈ പരീക്ഷണം നടത്തിയത് അജിത്തിൻ്റെ സ്വഭാവം അറിയാനായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ ഞാൻ പഠിച്ചത് മറ്റൊന്നാണ്. നമ്മൾ പലപ്പോഴും മനുഷ്യരെ അവരുടെ വസ്ത്രവും പണവും നോക്കിയാണ് വിലയിരുത്തുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം പദവികൾക്ക് അപ്പുറത്താണ്. അജിത്തിൻ്റെ ആ വലിയ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ സമയത്താണ് അമ്മിണിയമ്മയും മറ്റ് ജോലിക്കാരും വേദിയിലേക്ക് വന്നത്. വിദ്യ ഓടിച്ചെന്ന് അമ്മിണിയമ്മയുടെ കാലുകൾ പിടിച്ചു. അമ്മിണിയമ്മേ, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പണക്കാരും പാവപ്പെട്ടവനും തമ്മിലുള്ള ആ വലിയ മതിൽ അവിടെ തകർന്നു വീഴുകയായിരുന്നു. വിവാഹം ലളിതമായി ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ അവർ തീരുമാനിച്ചു. ആഡംബരങ്ങൾ ഒഴിവാക്കി. ആ പണം അനാഥാലയങ്ങൾ, പാവപ്പെട്ട കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുമായി നൽകാൻ അവർ തീരുമാനമെടുത്തു. വിവാഹ ദിവസം ലളിതമായ വസ്ത്രം ധരിച്ചെത്തിയ അജിത്തിൻ്റെ കൈപിടിച്ച് അഗ്നിക്ക് ചുറ്റും വലം വെച്ചു. കാർത്തികേയൻ തൻ്റെ മകളെ നോക്കി സന്തോഷത്തോടെ കണ്ണുനീർ തുടച്ചു.
വിവാഹശേഷം അവർ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിദ്യ ഇപ്പോൾ അജിത്തിന്റെ ബിസിനസ്സിൽ ഒരു പങ്കാളിയാണ്. ഒരു വൈകുന്നേരം പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ വിദ്യ അജിത്തിനോട് ചോദിച്ചു, അജിത്, അന്ന് ആ പൂപ്പാത്രം പൊട്ടിയപ്പോൾ എന്നെ വഴക്കു പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കഥ ഇവിടം വരെ എത്തില്ലായിരുന്നു അല്ലേ? അജിത് അവളെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. വിദ്യ, അന്ന് ആ പാത്രം പൊട്ടിയപ്പോഴാണ് നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട നിഷ്കളങ്കത എന്നെ ആകർഷിച്ചത്. നീ എന്നെ പരീക്ഷിച്ചു എന്നത് നീ പറയുന്നു, എന്നാൽ സത്യത്തിൽ നീ എന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുകയായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. വേഷപ്പകർച്ചകൾ അവസാനിപ്പിച്ചു. പരീക്ഷണങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് മരണം വരെ നീണ്ടു നിൽക്കുന്ന പവിത്രമായ പ്രണയം മാത്രം. പണത്തിന്റെ തിളക്കത്തിനേക്കാൾ ആ വീടിന്റെ ശോഭ നൽകിയത് അവിടെയുള്ളവരുടെ മനസ്സുകളുടെ നന്മയായിരുന്നു. കൂട്ടുകാരെ, ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളല്ല പലപ്പോഴും യാഥാർത്ഥ്യം. ആഡംബരങ്ങളെക്കാൾ ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തിനാണ് മൂല്യം നൽകേണ്ടത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതിലല്ല, അവരെ ബഹുമാനിക്കുന്നതിലാണ് ഒരാളുടെ മാന്യത ഇരിക്കുന്നത്. ഈ കഥയിലെ വിദ്യ എടുത്ത ആ തീരുമാനമുണ്ടല്ലോ, അത് ശരിക്കും പല പെൺകുട്ടികളും ഉള്ളാലെ ആഗ്രഹിക്കുന്ന ഒന്നല്ലേ? തൻ്റെ ജീവിത പങ്കാളിയായി വരാൻ പോകുന്ന ആൾക്ക് പണത്തോടും പദവിയോടും മാത്രമാണോ അതോ സഹജീവികളോടും സ്നേഹവും ബഹുമാനവും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വിദ്യ കാണിച്ച ആ ധൈര്യം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ പങ്കാളിയുടെ ബാങ്ക് ബാലൻസിനേക്കാളും തറവാടിത്തത്തെക്കാളും നമ്മൾ നോക്കേണ്ടത് അവരുടെ യഥാർത്ഥ സ്വഭാവമാണ്. കൂടെയുള്ളവരെ മാന്യമായി കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളെ ബഹുമാനിക്കാൻ കഴിയുക? പലരും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ വിദ്യ ഒരു വേഷപകർച്ചയിലൂടെ കണ്ടെത്തി. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വേണമെങ്കിൽ കണ്ണടച്ച് ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നമ്മളും തയ്യാറാകണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.